ഇവിടെ? നിങ്ങൾ പോകുന്നത് കാണാൻ കഴിയാതെ മാറി നിൽക്കുക അവള്. ഞങ്ങൾ പോകുന്ന വിവരമൊന്നും അവൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. രാജു, അവള് ചെന്ന് വിളിക്ക്. അവള് വരില്ല. നീ എന്താ ധരിച്ചു വച്ചിരിക്കുന്നത്? നിനക്ക് വേണ്ടി അവൾ ജീവൻ തരുമെന്നോ? അതൊക്കെ പറച്ചില് മാത്രമേ ഉള്ളൂ. തരാതരം പോലെ നിൽക്കാൻ അവൾക്കറിയാം. അവൾക്ക് ഈ വീട്ടിലെ വിലയെന്ന് അവള് നന്നായി മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഈ കുടുംബത്തിൽ എന്റേതെന്ന് എനിക്ക് തോന്നിയത് നീ മാത്രമായിരുന്നു. 27 വർഷം മുമ്പ് നിന്റെ കല്യാണം മുടങ്ങിയതിന്റെ പേരിലായിരുന്നു ഞാൻ ഈ വീട് വിട്ടിറങ്ങിയത്. പെൺമക്കൾക്ക് കുടുംബത്തിൽ ഒരു വിലയും ഇല്ലെന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോ ഞാൻ നടത്തിയ പ്രതിഷേധമായിരുന്നു അത്. തീർത്തും ഒറ്റപ്പെട്ടു പോയപ്പോഴും മുകുന്ദേട്ടനോടുള്ള പക കൊണ്ട് ഞാൻ തളർന്നു പോയില്ല. ജീവിച്ച് കാണിക്കണമെന്ന വാശിയായിരുന്നു എനിക്ക്. ഈ വീടുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചപ്പോഴും നൊന്തുപേറ്റ എന്റെ അമ്മയെ പോലും മറക്കാൻ ശ്രമിച്ചപ്പോഴും നീയുമായിട്ടുള്ള ബന്ധം ഞാൻ അവസാനിപ്പിച്ചില്ല. ഞാൻ തിരിച്ചു വന്നപ്പോ നിനക്ക് ഈ വീട്ടിലുള്ളവരോടുള്ള പക തീർക്കാൻ എന്നെ നീ ഒരു ഉപകരണമാക്കി. നിന്നെ ഞാൻ തിരിച്ചറിയാൻ വൈകിപ്പോയി കവിതേ. ഞാൻ അകറ്റി നിർത്തിയവർ എന്റെ ബന്ധുക്കളായി. അമ്മൂനെ ഇല്ലാതാക്കാൻ നീ എന്നെ കൂട്ടുപിടിച്ചു. ആ നീ തന്നെ എന്റെ മോളെ ഇല്ലാതാക്കാൻ വന്ന ദക്ഷയും കൂട്ടുപിടിച്ചു. ശ്രീകുട്ടി എന്റെയും കൂടി മോളാണെന്ന് പറഞ്ഞു നടന്ന നീ അവൾക്ക് പ്രസവിക്കാനുള്ള ശേഷി ഇല്ലാത്തത് കൊണ്ട് മംഗലശ്ശേരിക്ക് ഒരു അനന്തരാവകാശം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് നീ മലക്കം മറിഞ്ഞു. നിന്നെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു കവിതേ. ശ്രീകുട്ടിയും സഞ്ജുവും തമ്മിലുള്ള കല്യാണം നടക്കാത്ത എന്റെ നിരാശയാ വല്യേച്ചി എന്റെ നേരെ പ്രകടിപ്പിക്കുന്നതെന്നൊക്കെ എനിക്കറിയാം. ചിന്തിക്കാൻ കഴിയുന്നവർക്ക് ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലാവും. മനസ്സിലായവർ പുറത്തു കാട്ടാൻ തയ്യാറാവുന്നില്ലെന്ന് മാത്രം. നിനക്കല്ലാതെ ഈ വീട്ടിൽ വേറെ ആർക്കും അങ്ങനെ ഒരു ചിന്തയുണ്ടാവില്ല. അതിന് നിന്റെ കൂറ് സ്വന്തം വീട്ടുകാരോടല്ലോ, കുടുംബദ്രോഹികളോടല്ലേ. എന്തിന് നീ മാണിക്യമംഗലത്തെ പെണ്ണിനെ മംഗലശ്ശേരിയിൽ കുടിയിരുത്താൻ കൂട്ടുനിൽക്കുന്നു? സഞ്ജുവിന് വേറൊരു പെൺകുട്ടിയെ കിട്ടാഞ്ഞിട്ടാണോ? എന്റെ മോളുടെ ജീവൻ അപഹരിക്കാൻ വന്നവളെ നീ അംഗീകരിച്ചു കൊണ്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. നീ ഒരു വിഷസർപ്പമാണെന്ന് അപ്പോഴാ ഞാൻ തിരിച്ചറിഞ്ഞത്. കാഞ്ചനെ ഒന്ന് മതിയാക്ക്. മാണിക്യമംഗലംകാരോട് ഈ വീട്ടിലുള്ളവർ ചെയ്ത ചതി വല്യേച്ചി ഇപ്പോ സൗകര്യപൂർവ്വം മറന്നു കളഞ്ഞു. പക്ഷേ എനിക്കങ്ങനെ മറക്കാനാവില്ല. ആ കുടുംബം തകർന്നു പോകാനും പലരും ജീവനൊടുക്കാനും ഞാൻ തന്നെയാ കാരണം. എനിക്ക് ആ വീട്ടിലെ ചെറുപ്പക്കാരനോട് തോന്നിയ സ്നേഹം. അവസരത്തിനൊപ്പം ചുവട് മാറ്റി ചവിട്ടിയത് വല്യേച്ചിയാ. ഞാനിപ്പോഴും അവിടെ തന്നെയാ നിൽക്കുന്നേ. ഗൗരിക്ക് ഈ വീട്ടിൽ മരുമകളായി വരാൻ സാധിച്ചില്ലെങ്കിൽ ഗൗരിയുടെ മകൾ ഈ വീട്ടിലെ മരുമകളായി വരിക തന്നെ ചെയ്യും. അവിടെ ആ കണക്ക് തീരും.
പിന്നെ ഉള്ളത് ഈ എന്റേതാ. അതെങ്ങനെ ഞാൻ വീട്ടു വന്ന് ഇവിടെയുള്ളവരെ കാണാനിരിക്കുന്നേ ഉള്ളൂ. കാര്യത്തോട് അടുക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാ. സമയം കളയാതെ വല്യേച്ചി പോവാൻ നോക്ക്. വല്യേച്ചിയുടെ 2ാം വരവിന്റെ കാലമൊക്കെ കഴിഞ്ഞു. പോകാം മോളെ. അമ്മൂനെ നോക്കാൻ രാജു പോയില്ലേ അച്ഛാ? നമ്മൾ പോകുന്നത് കാണാനുള്ള മനസ്സില്ലാത്തത് കൊണ്ടല്ലേ മോളെ അവൾ ഇറങ്ങി വരാതിരിക്കുന്നത്. അവൾക്കത് കണ്ടു നിൽക്കാനാവില്ല. നിന്നെ കാണാൻ അവൾ ചന്ദ്രകാന്തത്തിലേക്ക് വന്നോളൂ. അവളുടെ ഇപ്പോഴത്തെ സങ്കടമൊക്കെ ഒന്ന് മാറിക്കോട്ടെ. കാഞ്ചനെ എല്ലാം എടുത്തു വെച്ചില്ലേ? വെച്ചു. ആ എന്നാ കാഞ്ചന കയറിക്കോ. അച്ഛാ, അച്ഛന്റെ ഒരു മോളെ ഈ വീട്ടിൽ നിർത്തിയിട്ടാണ് അച്ഛൻ പോകുന്നത്. അച്ഛനും അമ്മയും ചേച്ചിയും പോയ പിന്നെ എനിക്കാരുണ്ട്? അച്ഛൻ ഈ മോളെ മറന്നു പോയോ? നിന്നെ മറന്നിട്ട് പോവാൻ അച്ഛന് കഴിയോ മോളെ? ആദ്യമായിട്ട് നിന്നെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ഞാനല്ലേ? എപ്പോഴാണെങ്കിലും അമ്മു ഞങ്ങളുടെ വീട്ടിലേക്ക് വരുമെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു മോളെ. ഞങ്ങൾ പോകുന്നത് കാണാനുള്ള സങ്കടം കൊണ്ട് ഒഴിഞ്ഞു മാറി നിന്നതായിരിക്കും എന്നാ കരുതിയത്. ഞാനെല്ലാം പാക്ക് ചെയ്യായിരുന്നു അമ്മേ. ബാഗുമായി ചേച്ചിയുടെ മുറിയിൽ വന്നപ്പോ ഞെട്ടിപ്പോയി. അമ്മ എവിടെയെന്നൊരു വാക്ക് ചേച്ചി പോലും ചോദിച്ചില്ലല്ലോ. ശ്രീകുട്ടി കാറിൽ കയറാൻ നേരത്തും അത് തന്നെ ചോദിച്ചത്. അമ്മുവാ, ഒന്ന് കാറിൽ കയറ്. വരാൻ ചേച്ചി. നീ ഞങ്ങളെ വിട്ടു പോവല്ലേ? ചേച്ചി ഇല്ലാതെ എനിക്കൊരു ജീവിതം ഉണ്ടാവോ അമ്മേ? എന്റെ എല്ലാം എന്റെ ചേച്ചിയാ. പൊയ്ക്കും മോള് പൊയ്ക്കും. നിന്നോട് പോകരുതെന്ന് പറഞ്ഞ ഞാൻ സ്വാർത്ഥിയായി പോവും. നിന്നെ എന്റെ മുന്നിൽ കൊണ്ടുവന്നത് ശ്രീകുട്ടിയാ. ആ ശ്രീകുട്ടിക്കൊപ്പം ഇനി നീ ഉണ്ടാവണം. ചെല്ല്. ഞാൻ മുത്തശ്ശിയും കാണാൻ വന്നോളാം. ഞാൻ വീട്ടിൽ പോയിട്ട് മുത്തശ്ശന്റെ മരുന്നൊക്കെ എവിടെ വെച്ചിരിക്കുന്നെന്ന് കാവേരി ചേച്ചിയെ വിളിച്ച് പറഞ്ഞോളാം. മുത്തശ്ശനിപ്പോ നിന്നോട് എന്താ പറയുക? മുത്തശ്ശന്റെ പൊന്നുമോളെ, എന്റെ ജീവിതത്തിലെ ശപിക്കപ്പെട്ട മറ്റൊരു ദിവസമായി പോയി ഇന്ന്.
എല്ലാവരും പൊയ്ക്കോ, എന്നെ വിട്ട് എല്ലാവരും പൊയ്ക്കോ. ഞാൻ പോട്ടെ. നീ എവിടെ പോവാനാ മോളെ? നീ എന്റെ ഈ നെഞ്ചിനുള്ളിലുണ്ട്. ഒരു കുഞ്ഞില്ലാന്നുള്ള വേദന ഞാൻ മറന്നു തുടങ്ങിയത് നിന്റെ മുഖം കാണുമ്പോഴാ. ആ സ്വപ്നം ദിനേശ് ചേട്ടനും കാവേരി ചേച്ചിക്കും ഉടനെ സഫലാവും. അമ്മു, വാ മോളെ, നമുക്ക് പോവാം. രാജുവേട്ടാ, നമ്മള് പോകാം മോളെ. ചിരിമുകിലും മറന്നു പോയി മിഴി നിറയുന്നിതാ, കനവുകളും പറന്നു ദൂരെ വിട പറയുന്നിതാ. പുലരികൾ പൊഴിയവേ രാവായി മാറിയോ ദിനം, മൊഴികളാൽ മുറിയവേ താനേ തേങ്ങിയോ മനം. നിഴലേ നീ മാത്രമൊപ്പം, ചിരിമുകിലും മറന്നു പോയി മിഴി നിറയുന്നിതാ, കനവുകളും പറന്നു ദൂരെ വിട പറയുന്നിതാ. ചിരിമുകിലും മറന്നു പോയി മിഴി നിറയുന്നിതാ, കനവുകളും പറന്നു ദൂരെ വിട പറയുന്നിതാ. നമ്മള് കാത്തിരുന്ന ഏറ്റവും നല്ല ദിവസമായിരുന്നു ഇന്ന്. രാവിലെ മുതല് എല്ലാവരും സന്തോഷത്തിലായിരുന്നു. വളരെ കാലങ്ങൾക്ക് ശേഷം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. ഉച്ച തിരിഞ്ഞ് ശാസ്ത്രികളുടെ വരവിനായിട്ടുള്ള കാത്തിരിപ്പായിരുന്നു. കേറി വന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അതിഥിയും. എനിക്ക് നല്ല ഉറപ്പുണ്ടച്ചാ, കവിത തന്നെ അധ്യക്ഷ വിളിച്ചു വരുത്തിയത്. ആര് വന്നാൽ എന്താങ്ങളെ, ഒരു തീരുമാനം എടുക്കാനുള്ള തന്റെ ഇട കാണിക്കേണ്ടത്. അതിനിവിടെ ആർക്കും കഴിയാതെ പോയി. എത്രമാത്രം ബുദ്ധിമുട്ടിയാണെന്നോ ഞാനും അമ്മും ചേർന്ന് സ്വാതിയെ കൊണ്ട് വിവാഹത്തിന് സമ്മതിപ്പിച്ച. എന്നിട്ട് കയറി വന്നവളോട് ഇറങ്ങിപ്പോവാൻ മുത്തച്ഛന് പോലും പറയാനായില്ല. മോനെ, നീ നിന്റെ കാര്യം മാത്രം ചിന്തിച്ചു പോകുന്നത്. നിന്റെ മുത്തശ്ശൻ ഈ കുടുംബത്തിലുള്ള ഓരോരുത്തരുടെയും ജീവൻ നിലനിർത്താനാണ് ശ്രമിക്കുന്നത്. ഒരു കുടുംബനാഥൻ ചെയ്യേണ്ടതും അത് തന്നെയാ. ഗൗരിക്ക് ഈ കുടുംബത്തോടുള്ള പക അവളുടെ മരണത്തോടെ അവസാനിക്കും. അതിനു മുൻപ് നമ്മളിൽ എത്ര പേർ മരിച്ചു വീഴുമെന്ന് അറിയില്ല. പ്രായത്തിന്റെ ആവേശം കൊണ്ട് അവളെ നേരിടാന്നൊക്കെ തോന്നും. നിനക്കും ചിലതൊക്കെ ചെയ്യാനും പറ്റിയെന്നും വരും.
ചോര കൊണ്ടുള്ള ഈ കളി സർവനാശത്തിലെ അവസാനിക്കും. സഞ്ജന നിന്നെ സ്നേഹിച്ചത് ഈ തറവാടിന്റെ മുൻജന്മ സുഹൃതാണെന്നേ പറയാൻ പറ്റൂ. മോനെ, നിന്നോട് ഞാൻ അപേക്ഷിക്കാം, നിന്റെ മുത്തശ്ശനെ നീ കുറ്റപ്പെടുത്തരുത്. മോനെ, അച്ഛൻ അവനോട് ക്ഷമിക്കണേ. അവന്റെ വേദന എനിക്കറിയാം. എല്ലാം കൈവിട്ടു പോകുമെന്ന ഘട്ടം വന്നപ്പോഴാ ഗൗരിയുടെ മോളുമായുള്ള വിവാഹത്തിന് ഞാൻ സമ്മതിച്ചത്. അവനോട് ഞാൻ സംസാരിച്ചോളാം. എന്നെ മനസ്സിലാക്കാൻ അവന്റെ അച്ഛന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ എന്റെ കൊച്ചുമോന് കഴിയും. മനസ്സ് നിറഞ്ഞാൽ കുറച്ച് തൂവി പോകണം. അങ്ങനെ ഞാൻ കരുതുന്നുള്ളൂ. വസുമതി, എനിക്കൊന്ന് കിടക്കണം. ഒന്ന് പിടിച്ചേ. പതുക്കെ. ശ്രീദേവിമേ, ഇപ്പൊ ഇതൊരു മരണ വീട് പോലെയായി. ഇനി ഒരിക്കലും ഈ വീട്ടിലേക്ക് സന്തോഷം തിരിച്ചു വരില്ല. എല്ലാത്തിനും സാക്ഷിയായി മുകുന്ദേട്ടൻ ഇവിടെ ഉണ്ടല്ലോ. അച്ഛൻ ചെയ്തതിനുള്ള ശിക്ഷ നമ്മുടെ മകൻ അനുഭവിക്കുന്നു. 9 വർഷക്കാലം സ്നേഹിച്ച പെണ്ണിന്റെ കൂടെ ജീവിക്കാനും ഒരാൺകുട്ടിയെ ലാളിക്കാനുള്ള ഭാഗ്യം മുകുന്ദേട്ടനുണ്ടായി. നമ്മുടെ മകനും അവൻ ജീവനെ പോലെ സ്നേഹിച്ച ഒരു പെണ്ണ്, അതും ഈ കുടുംബത്തിലെ ഒരു അംഗം, അവന് നഷ്ടമായത്. നമ്മൾ ചെയ്ത തെറ്റിന്റെ ശിക്ഷ അപ്പാവും പെൺകുട്ടി അനുഭവിക്കുക. സഞ്ജുവിനെ ഭർത്താവായി കിട്ടിയില്ലെങ്കിൽ കൂടി അവൾക്കൊരു ജീവിതം കൂടി ഇല്ലാതായി പോയി. എല്ലാം അനുഭവിക്കാൻ ദൈവം എന്നെ മാത്രം ബാക്കി വെച്ചു. അമ്മ ഇപ്പോഴും മംഗലശ്ശേരിയിലെ കാര്യങ്ങൾ ഓർത്തിരിക്കുകയാണോ? അത് വിടമ്മേ, നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു.
നിന്റെ അമ്മയെ ഞെട്ടിച്ചു കളഞ്ഞത് കവിതയാ മോളെ. അതിന്റെ ഷോക്കിലാ കാഞ്ചന ഇപ്പോഴും. കവിതയെ കുറെ മുന്നേ ഞാൻ മനസ്സിലാക്കിയതാ. അവളെ തിരിച്ചറിയാൻ കഴിയാതെ പോയത് തനിക്കും. പക്ഷേ ദിനേശൻ എന്റെ പ്രതീക്ഷകളെ തകിടം മറിച്ചു കളഞ്ഞു. എന്തായാലും നമ്മുടെ വീട്ടിൽ തന്നെ തിരിച്ചെത്തിയതിന്റെ സന്തോഷത്തിലാണ് ഞാൻ. അതെ ചേച്ചി, നമ്മൾ തിരിച്ചു വന്നു. ഇനി ശുഭകരമല്ലാത്ത ഒരു ചിന്തയും വേണ്ട. ഇനി പ്രതീക്ഷ വെച്ച് തന്നെ മുന്നോട്ട് പോണം. നിന്റെ ഈ അമിത ആത്മവിശ്വാസം ഒന്നും മതിയാക്കുമോളെ. എന്ത് ശുഭപ്രതീക്ഷ ഇനി നമുക്കുള്ളത്?